പക്ഷേ കല്യാണ ദിവസം തന്നെ ഭർത്താവ് മരിച്ചുപോയത് അവളുടെ തെറ്റാണോ പെങ്ങളെ? സീതയുടെ വിവാഹം 4 വർഷം മുൻപ് കഴിഞ്ഞതാണെന്നും വിവാഹ ദിവസം തന്നെ ഭർത്താവ് മരിച്ചുപോയി എന്ന യാഥാർത്ഥ്യം ശാരദ സീതയുടെ വീട്ടിൽ നിന്നും അറിയുന്നു. എന്താ പറഞ്ഞത്? സത്യമാ പറഞ്ഞത്. അകലിൽ നിന്നാണെങ്കിലും എനിക്ക് ആരോടും ഒന്നും പറയാതെ വയലോരം വീട്ടിൽ തിരിച്ചെത്തുന്ന ശാരദയ്ക്ക് സീതയുടെ സാമീപ്യം പോലും ഉള്ളിന്റെ ഉള്ളിൽ തേങ്ങലായി മാറുന്നു. തന്നെക്കാളേറെ വയലോരം വീടിനെയും വീട്ടുകാരെയും സ്നേഹിച്ച സീത അമ്മയോട് യാത്ര പറയുന്നു. എന്നോട് വെറുപ്പ് തോന്നരുത്. ഇനി ഞാൻ ഇവിടെ നിന്ന തുടർന്ന് കാണുക. അമ്മ എന്നോട് മിണ്ടുന്നില്ല, പണ്ടത്തെ പോലെ മോളെ എന്ന് വിളിക്കുന്നില്ല, എന്നെ ഒന്നും നോക്കുന്നു പോലുമില്ല. വയ്യമ്മ, എനിക്ക് അങ്ങനെ ഇവിടെ നിൽക്കാൻ വയ്യാത്തോണ്ടാ. അമ്മ എന്നെ പോവാൻ അനുവദിക്കണം. അങ്ങനെ പോകാൻ പറ്റുമോ നിനക്ക്? എന്നെ, എന്റെ മോനെ ഈ വയലോരം വീടും വിട്ട് ഞാൻ മനസ്സുണ്ടായിട്ടല്ലമ്മേ. അമ്മ വിശ്വസിക്കുന്നു, ഞാൻ അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ. ഞാൻ പറയുന്നത് അമ്മ ഒന്ന് കേക്ക്. ദൈവത്തെ ഓർത്ത് എനിക്ക് പറയാനുള്ള ഒന്ന് കേക്കമ്മ. ശരിക്കും സംഭവിച്ചത് എന്താന്ന് വെച്ചാ വേണ്ട, എന്റെ പൊന്നുമോളൊന്നും പറയണ്ട, എല്ലാം അമ്മയ്ക്കറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ പോയത് അമ്പലത്തിലേക്കല്ല, മോളുടെ വീട്ടിലേക്കായിരുന്നു. മനജ എന്നോട് എല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് എന്റെ മോളോട് സ്നേഹം കൂടിയതേ ഉള്ളൂ. എന്റെ പൊന്നുമോൾ അമ്മയ്ക്കൊരു വാക്ക് തരണം. ഒരിക്കലും ബാലനിതറിയരുത്. ചതിയല്ലേ അമ്മ പറയാതിരുന്ന? ഒരിക്കലും അല്ല. മോളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ? ഞാൻ പ്രസവിച്ച എന്റെ മക്കളെക്കാൾ ഇഷ്ടം എനിക്കെന്റെ പൊന്നുമോളെയാ. അമ്മയുടെ കണ്ണടയുന്നത് വരെ മോൾ എന്റെ ഒപ്പം തന്നെ കാണണം. ഇല്ലമ്മ, ഞാൻ പോവില്ല. ഇവിടെ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, എന്നിട്ടേ പോവൂ. ആഹാ, അമ്മായിയമ്മയും മൂത്ത മരുമോളും തമ്മിൽ എന്താ ഒരു കിന്നാരം? എന്തോ ഒരു കരട് നിങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഓ, എന്തായാലും അതങ്ങ് മാറിയല്ലോ, സന്തോഷം. അമ്മ വല്ലിച്ച് കെട്ടിപ്പിച്ച് നിൽക്കുന്നു. എന്നെ കെട്ടിപ്പിച്ചണോ? എന്നെ കിങ്ങിനെങ്കിലും ഒപ്പിച്ച് കെട്ടിപ്പിച്ചണ? കെട്ടിപ്പിച്ചേ, ഞങ്ങളെ കെട്ടിപ്പിച്ചേ. വലിച്ചു കുമ്മാനോ? കലമോളെ, കിടക്കാൻ പോവാണോ? അതെ. എന്താ എന്താ ഇത്? അയ്യോടാ, മനസ്സിലായില്ലേ? ഇത് ജഗ്ഗിന്റെ ഉള്ളി വെള്ളം. അല്ല, ഇത് എനിക്കെന്തിനാ തരുന്നെന്നാ ചോദിച്ചത്. കുടിക്കാൻ, അല്ലാതെന്തിനാ? എനിക്ക് വേണ്ട വെള്ളമൊക്കെ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഇതും കൂടി വെച്ചോ, രാത്രിയില് പിന്നെയും വേണ്ടി വന്നാലോ? എന്താ സീതേർത്തി? ഒന്നുമില്ല രവി, കലമോൾക്ക്
ഞാൻ ഒരു ജഗ് വെള്ളം കൂടി എക്സ്ട്രാ കൊടുക്കുമായിരുന്നു. രവി അമ്മയോട് പറയുന്ന ഞാൻ കേട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയില് കലമോള് വെള്ളം എടുക്കാൻ വേണ്ടി ഇറങ്ങേണ്ടി വന്നെന്ന്. അതാ ഞാൻ ഇന്ന് ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതുകൂടി വെച്ചോ കലമോളെ. വാങ്ങിക്ക് മതി, സീതേടത്തി സ്നേഹത്തോടെ തരുന്നതല്ലേ. മെടുക്കി. കലമോള് ബുദ്ധിമുട്ടുന്ന കാണുന്നതേ സീതേടത്തിക്ക് വിഷമോ. അതല്ലേ സീതേടത്തി എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നത്. സീതേടത്തിയുടെ ഈ സ്നേഹം കാണുമ്പോഴാ എനിക്ക് ഇതിനൊക്കെ പകരമായി ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ? ചെയ്യുന്നുണ്ട് കേട്ടോ. അയ്യോ എന്റെ ദൈവമേ. അയ്യോ എന്നാ കൂമടിയാ. ചെവിതല കേക്കണ്ടല്ലോ. ഇനി നീയും കൂടെ അങ്ങ് കൂടിക്കോ. ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്നങ്ങ് രസിക്കും. കൊച്ചേച്ചി വാ, ഭയങ്കര രസം. അല്ല മതി, അത് കുട്ടിമണി TV. കുട്ടിമണി TV ആരാ അവക്ക് ഈ TV വെച്ചു കൊടുത്തത്? ഈ മുതുപതിരക്ക്. അത് സീതേടത്തിയാ. കുട്ടിമണിയുടെ ബുദ്ധി തെളിയാൻ TV കാണുന്നത് നല്ലതാണെന്നാ സീതേടത്തി പറഞ്ഞത്. അവരുടെ സൂക്കേട് വേറെയാ, അതെനിക്ക് മനസ്സിലായി. ഇതിങ്ങനെ കണ്ണും മിഴിച്ച് കൈ ഒടിച്ച് ഇവിടെ ഇരുന്ന എനിക്ക് പിന്നെ നിന്റെ അടുത്ത് വരാൻ പറ്റൂ? രാത്രി രവിയേട്ടന് കലക്കുന്ന മയക്കുപൊടി വേസ്റ്റ്. സാരമില്ല, എന്റെ വഴി തടയാൻ മാത്രം അവര് വളർന്നിട്ടില്ല. എനിക്കറിയാം എന്ത് വേണോന്ന്. മതികലയോടാണോ കുരുട്ടുപുത്തിയും കുതന്ത്രവും? ഇന്നും കൂടി കാണട്ടെ ഒടുക്കത്തെ കാഴ്ച. ഭയങ്കര കൂമടിയാണേ. കൂമടി കൂമടി. എൻജോയ്. കൂമടി അവജമേ ഭയങ്കര കൂമടി കൂമടി. അയ്യോ ഇത് കണ്ടോ രവിയേട്ടാ? എത്ര രൂപയുടെ സാധനമാ? കുട്ടിമണിതെ ചവിട്ടി പൊട്ടിച്ചിട്ടിരിക്കുന്നു. ബാറ്ററി ഇല്ല, ഒരു കുന്തവും ഇല്ല. അവക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ കണ്ടില്ലെന്ന്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ അതിന് വേറൊരു വ്യാഖ്യാനം വരും. രവിയേട്ടൻ തന്നെ ഒന്ന് ചോദിച്ചേ. ഇന്ന് തീർക്കും ഞാൻ അവളെ TV കാഴ്ച. ആരാ കുട്ടിമണി ഈ റിമോട്ട് പൊട്ടിച്ചത്? ഞാനല്ല. ഇല്ല ഞാനല്ല. ആഹാ, കുട്ടിമണി അല്ലേ പൊട്ടിച്ചത്? കൊച്ചിച്ചി കണ്ടായിരുന്നല്ലോ കുട്ടിമണി താഴെ ഇടുന്നത്. നേരാണോ പെണ്ണെ? നീയാണോ ആ റോബർട്ട് എന്ന് പറയുന്ന മെസ്സിയം പൊട്ടിച്ചത്? ഞാനൊന്നുമല്ല. റോബോട്ട് അല്ല, റിമോട്ട്. ഇപ്പൊ ഇവള് റിമോട്ട് പൊട്ടിച്ചു. ഇനി ഇവള് TV പൊട്ടിക്കില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് ഇനി TV എന്റെ റൂമിൽ ഇരിക്കട്ടെ. അയ്യോടാ, അപ്പൊ കുട്ടിമണിക്ക് കാണണ്ടേ? എനിക്ക് ഇഷ്ടമായിരുന്നു TV കാണാൻ. എല്ലാവർക്കും കൂടി കാണാനായിട്ടേ ഒരു സാധാ TV എല്ലാരും കൂടി ചേർന്ന് അങ്ങ് വാങ്ങിയാ മതി. ഇതേ LED യാ, LED. ഇതിന് വല്ലത് പറ്റിയാലേ മതിയുടെ പോലീസ് അംഗങ്ങളോട് സമാധാനം പറയേണ്ടത് ഞാനാ. പോലീസ് പേടി. അയ്യോ TV. ഓ, അവന്റെ ഒരു LED കൊണ്ടുപോടാ. അയ്യോ കൊണ്ടല്ല TV. എന്റെ അങ്കിൾ കൊണ്ടുവന്ന TV എനിക്ക് കാണാനാ. ഇത് എന്റെ മുറി ഇരുന്നാ മതി. മതി, അത് അങ്ങനെ തന്നെ മതി. കുഞ്ഞേട്ടാ, TV ആണ് കൊടിയാവുന്നേട്ടാ. അവളുടെ ഒരു കൊതി. കുഞ്ഞേട്ടോ. ആദ്യമായിട്ട് ഓർക്കാൻ TV ആണ്. ഒരു ഇതുവാണ് കൂമടിയാ. നിന്നൂലാണ്. ഭഗവാനെ.
തനിക്കെന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഉവ്. എന്നിട്ടെന്താ പറയാത്തത്? ഇനി കണിയാനെ വിളിച്ച് മുഹൂർത്തം നോക്കണോ? അത് പിന്നെ അത് സാധിച്ചു തരാന്ന് ബാലേട്ടൻ സത്യം ചെയ്യും. താൻ കാര്യം പറയും. കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടല്ലേ സത്യമോ സത്യപ്രതിജ്ഞയൊക്കെ? ഇല്ല, ബാലേട്ടൻ സത്യം ചെയ്താൽ ഞാൻ പറയത്തില്ല. അയ്യോടാ, മുതുപാതിരാക്കാണോ മുതുക്കിനെ മുതുക്കിങ്ങടെ കൊഞ്ചുന്നത്? മര്യാദയ്ക്ക് കാര്യം പറയേ. നമുക്കേ ഒരു സാധനം വാങ്ങണം. എന്ത് സാധനം? ഒരു 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 ടിവി. ടിവിയോ? അതെ, ടിവി, ടെലിവിഷൻ. എന്താ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്താ പെട്ടെന്നൊരു ടെലിവിഷൻ ഭ്രമം? അത് എന്നതാ? അല്ല, കലമുള്ളോട്ട് മത്സരിക്കാനാണോ? ബെസ്റ്റ്. ബാലേട്ടൻ ചുമ്മാ കാര്യങ്ങൾ വളച്ചൊടിക്കല്ലേ. എനിക്കാരോട് മത്സരമൊന്നുമില്ല. കുട്ടിമണിക്ക് കാണാൻ ഒരു ടിവി വേണം. ഇവിടെ ഉണ്ടായിരുന്ന ടിവി കലയെടുത്ത് അവരുടെ മുറി വെച്ചില്ലേ? അതെന്താ കലമോൾ അങ്ങനെ ചെയ്തത്? കുട്ടിമണി റിമോട്ട് താഴെയിട്ട് പൊട്ടിച്ചെന്ന്. അതൊക്കെ ഒരു റീസൺ ആണോ? കലയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടിവി കലയ്ക്കും കലയുടെ ഭർത്താവിനും കാണാൻ വേണ്ടി തന്നെയാ. അതാ ശരി. ഞാനിപ്പോ പറയുന്നത് കുട്ടിമണിക്കും ഇവിടെ ബാക്കിയുള്ളവർക്കും കാണാൻ വേണ്ടി ബാലേട്ടനൊരു ടിവി മേടിക്കണമെന്നാ. വലിയ കാശാവത്തില്ലേ? അങ്ങനെ ഒരുപാട് വിലയുള്ളതൊന്നും വേണ്ട. ഒരു ചെറിയ കളർ ടിവി, സെക്കൻഡ് ഹാൻഡ് ആണേലും മതി. നോക്കട്ടെ. ആ, മെമ്പറുടെ ബന്ധുവിന് ചെറിയൊരു കടയുണ്ട് ടൗണിൽ. അവിടെ നിന്ന് ചോദിച്ചു നോക്കാം, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ടിവി കിട്ടുമെന്ന്. എങ്ങനെയെങ്കിലും ഒരെണ്ണം വാങ്ങണം ബാലേട്ടാ, കുട്ടിമണിക്ക് വേണ്ടിട്ടാ. കല ടിവി എടുത്തോണ്ട് പോയത് അവൾക്ക് വലിയ സങ്കടമായി. ആ, കുട്ടിമണി ടിവി കാണുന്നോണ്ടേ പല ഗുണങ്ങളുണ്ട് ബാലേട്ടാ. എന്തു ഗുണം? അവളുടെ ബുദ്ധിവികാസത്തിന് അത് ഭയങ്കര സഹായകമാ. വേറെയും ഗുണങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ. വേറെ എന്ത് ഗുണം? കുന്തം. ബാലേട്ടൻ കണ്ടു. ടിവി മേടിച്ചു തരുമോ ഇല്ലയോ അത് പറ. തരാം. ഞാൻ നാളെ മെമ്പറെ ഒന്ന് കാണട്ടെ. താങ്ക് യു ബാലേട്ടാ. മതിയോ? ചൂലിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കരുതി സീതയെടുത്തിയാണെന്ന്. അതെന്താ, സീതയെടുത്തി മാത്രമേ ചൂലെടുക്കത്തുള്ളൂ? അതോ അവരാണോ ഇപ്പം നിന്റെ മനസ്സിൽ? ഛേ, ആവശ്യമില്ലാത്തൊന്നും പറയരുതേ മതി. മതി തൂക്കാറില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. വയലോരം വീട് മൊത്തത്തിൽ തൂത്തുവാരി തീയിടാൻ പോവാ ഞാൻ. നീ കണ്ടോ? മരുമകളുടെ ആദ്യ വിവാഹത്തെപ്പറ്റി അമ്മായിയമ്മയോട് പറഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിച്ച കോൺസിക്വൻസസ് ഒന്നും ഉണ്ടായില്ല. അവരൊന്ന് ബോധം കെട്ട് വീണു. മരുമകളോട് മുഖം വീർപ്പിച്ച് കാണിക്കുന്നു. അത്രേ സംഭവിച്ചുള്ളൂ. ഒരുപക്ഷെ മൂത്ത മോന് നോവൂന്ന് കരുതിയാവും അവരാ രഹസ്യം സ്വന്തം നെഞ്ചിൽ പൊത്തി പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നത്. സീതയെടുത്തിയുടെ ആ രഹസ്യം ഇവിടെ ഇനി ആരും ഉടനെ അറിയാതിരിക്കുന്നത് തന്നെയാ മതി നല്ലത്. അതെന്താ? സീതയെടുത്തിയുടെ രഹസ്യം ഇവിടെ എല്ലാവരും അറിഞ്ഞാൽ പടി ഇറങ്ങി പോകുന്നതിന് മുമ്പ് അവർ നമ്മളെ കൂടി പൊളിച്ചടുക്കിയിട്ടേ പോവും. ആ, അതും ശരിയാ. ബാലേട്ടൻ സ്വന്തം ഭാര്യയുടെ രഹസ്യം അറിയുന്നത് ഒരിക്കലും നമ്മുടെ നാവിലൂടെ ആവരുത്. പകരം ഒരു നാവ് നമ്മൾ വാടകയ്ക്കെടുക്കണം. സീതാ ബാലചന്ദ്രന്റെ നാട്ടിൽ നിന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നാവ്. എന്തായാലും എന്റെ TV വെച്ച് അവരെനിക്കിട്ട് വെച്ച പണി ഞാനായിട്ടങ്ങ് പൊളിച്ചു. ഇനി പൊട്ടിക്ക് രാത്രി ഹാളിലെ TV കാണലില്ലല്ലോ. എനിക്കും നിനക്കും എന്നും പുറത്തു പോവാനും ആരുടെയും കണ്ണുകളെ ഭയക്കാതെ സംസാരിക്കാനും ഉള്ളൊരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ മതിയത്? നീ കണ്ടോ? ആ, പോത്തുപോലെ കിടന്ന് ഉറങ്ങിക്കരുത്. രാത്രി ഞാൻ മുറിയിലേക്ക് വരും. മോളെ, മതികല കാണുക എന്നോട് സ്നേഹം കാണിക്കാൻ പേടിയല്ലേ? അത് പേടിയല്ല, നിന്നെക്കുറിച്ച് ഓർത്തുള്ള കരുതലാ. ഞാൻ നിന്നോട് ക്ഷമിച്ചു, എനിക്ക് നിന്നോട് ഇഷ്ടക്കേടില്ല എന്നൊക്കെ വന്നാ അത് കലമോളിലാക്കാക്കും. നാളെ അവളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റോ കള്ളത്തരമോ കണ്ടാ എനിക്കത് ചോദിക്കാൻ പറ്റാതെ വരും. അതുമാത്രമല്ല,
കലമോളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വാശിയുണ്ടെങ്കിൽ അവളത് ബാലനെ അറിയിക്കാൻ നോക്കും. അമ്മയെപ്പോലെ അവനത് ഉൾക്കൊണ്ടെന്ന് വരില്ല. എനിക്കറിയാം അമ്മേ. അതൊക്കെ എന്റെ മോള് മനസ്സിലാക്കിയാൽ മതി. ആ, ഞാനൊന്ന് മേല് കഴിയിട്ട് വരാം. ശരി അമ്മേ. വലിയ ഗ്ലാസ് ഇട്ട് പന്ത് കളിച്ചു വന്നാ എന്നെ കൂടെ കൂട്ടായി കളിച്ച്. പിന്നെ പന്ത് കളിക്കാൻ പറ്റിയ സമയല്ലേ ഇത്? രാത്രിയിൽ ആരെങ്കിലും പന്ത് കളിക്കോ കുട്ടിമണി? അല്ല പിന്നെ എന്തോ ഈ ഗ്ലാസ്സിൽ വെച്ചോണ്ട്? അത് മോള് കണ്ടോ? ആ, കുട്ടിമണി പോയി കിടന്നുറങ്ങിക്കോ. ആ, ഞാൻ കേൾക്കാൻ പോവാ. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ തന്നെ വീണ് കിടന്നങ്ങ് ഉറങ്ങി. രവേട്ടാ, ആകാശം ഇടിഞ്ഞു വീണാലും ഇന്ന് രവേട്ടൻ ഉണരത്തില്ലെന്ന് എനിക്കുറപ്പാ. വൈകിട്ട് കുടിച്ച വെള്ളത്തിൽ ഞാനൊരു ചെറിയ ഗുളിക പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നേ. രാവിലെ 7 മണി വരെ എൻ്റെ രവേട്ടൻ സുഖമായിട്ട് വാവോ വാവോ വാവാ. ഹലോ, നിങ്ങള്? അതെ, ഞാൻ തന്നെയാ കലമോളെ. ഹോ, എനിക്കറിയാം കലമോക്ക് രാത്രി ദാഹം കൂടുതലാണെന്ന്. അതാ ഞാൻ കാത്തു നിന്നത്. ആ, പിന്നെ മോളെ ഇറങ്ങുന്ന അറിയാൻ വേണ്ടിട്ടേ സീരിയസ് ഈ ഗ്ലാസ് അവിടെ വെച്ച. ഒരു സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് ആർക്കല്ല എന്തെല്ലാം ഉപയോഗങ്ങളാ അല്ലേ കലമോളെ? യു മീ ഒന്നുമില്ല. നീ ഇത് പിടിക്കടി. വേണമെങ്കിലേ സീതേച്ചി ഇനി എടുത്തു തരാം. പോയി കിടക്കടി. പൊടി. ആ പിന്നെ ഇനി ഇറങ്ങി വരാൻ നോക്കണ്ട. ഞാനേ ഇവിടെയൊക്കെ തന്നെ കാണും. അമ്മേ. എന്താടാ നിന്റെ മുഖത്തെന്താ ഇത്ര കനം? വരുന്ന വഴിക്ക് ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടായോ? വഴക്കൊന്നുമല്ല, പക്ഷെ വഴക്കുണ്ടാക്കേണ്ടി വരും. പുറത്തല്ല, ഇവിടെ.
നിങ്ങള് രണ്ടും കൽപ്പിച്ച് കളിക്കാൻ ഇറങ്ങിയേക്കോ അല്ലേ? എന്താ കലമോളെ? ഇന്നലെ രാത്രിയിലത്തെ നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മറക്കില്ല മതിക്കലേ അത്. ശിക്ഷ കിട്ടിയിരിക്കും നിങ്ങൾക്ക്, ഉറപ്പാ. അമ്മേ, എന്താടാ നിന്റെ മുഖത്തെന്താ ഇത്ര കനം? വരുന്ന വഴിക്ക് ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടായോ? വഴക്കൊന്നുമല്ല, പക്ഷെ വഴക്കുണ്ടാക്കേണ്ടി വരും. പുറത്തല്ല, ഇവിടെ. എന്തിന്? വരുന്ന വഴിക്ക് ഞാൻ ആ കോപ്പറേറ്റീവ് ബാങ്കിലെ മാനേജർ കണ്ടു. ഞാൻ കൊടുത്ത 75,000 മാത്രമാ ബാലേട്ടൻ ബാങ്കിൽ വായ്ക്കിട്ടിരിക്കുന്നത്. സ്വന്തം പോക്കറ്റിൽ നിന്ന് 5 പൈസ ഇട്ടിട്ടില്ല. നീ അതിനാണോ ഇത്ര ദേഷ്യം പിടിക്കുന്നത്? എടാ, അവന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ലേ? ഓ, അല്ലേലും അമ്മയ്ക്ക് മൂത്തമാനോട് ഇത്തിരി സിമ്പതി കൂടുതലാ. എനിക്കതറിയാം. കടിഞ്ഞൂൽ സന്തതി എന്ന പരിഗണനയായിരിക്കും. രവി, നീ ആവശ്യമില്ലാത്തത് പറയരുത്. മക്കളെ ഇന്ന് വരെ വേർതിരിച്ച് കണ്ടിട്ടുള്ള ഒരു അമ്മയല്ല ഞാൻ. എനിക്കെന്നല്ല, ലോകത്തിലുള്ള ഓരോ അമ്മമാർക്കും അതിന് കഴിയില്ല. അമ്മ എന്നോട് ലോകതത്വം പറയണ്ട. എന്നെ മാത്രം എല്ലാരും ചേർന്ന് പൊട്ടനാക്കിയത് എന്തിനാ? അതാ എനിക്കറിയേണ്ടത്. നിന്നെ ആര് പൊട്ടനാക്കിയെന്ന് ഈ പറയുന്നത്? ബാലന്റെ അടുത്ത് പൈസ ഇല്ലാതിരുന്നോണ്ട് അന്നേരം അത് അടച്ചില്ല. നീ കൊടുത്ത പൈസ മുഴുവൻ അടയ്ക്കുകയും ചെയ്തു. കയ്യിൽ കാശ് വരുന്ന അനുസരിച്ച് ബാലൻ അടച്ചോളൂ. പിന്നെ വയലോരം വീട്ടുകാരുടെ തറവാട്ട് സ്വത്തൊന്നുമല്ലോ കോപ്പറേറ്റീവ് ബാങ്ക്. ആ മാനേജർ പറഞ്ഞത് എന്താണെന്ന് അമ്മയ്ക്കറിയാവോ? ഇനി വെറും 20 ദിവസമാണ് മുമ്പിലുള്ളത്. വെറും 20 ദിവസം. അതുവരെ കയ്യേലേയും കാലേലും വിരലെണ്ണി കളിച്ചാ പോരാ. കാശുണ്ടാക്കണം. ഉണ്ടാക്കാൻ പറ മൂത്ത മോനോട്. ഇല്ലെങ്കിലേ ബാങ്കുകാർ ഈ വീടും കൊണ്ടങ്ങ് പോവും. അഭിമാനമുള്ളവർക്കേ ഒന്നുകിലും വിഷം കഴിച്ച് മരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ വീണ് മരിച്ച ഈ കിണറ്റിലേക്ക്, ദേ ഇതിലേക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചങ്ങ് ചാടാം. എന്താ? ഗുഡ് മോർണിംഗ് കലമോളെ. നിങ്ങള് രണ്ടും കൽപ്പിച്ച് കളിക്കാൻ ഇറങ്ങിയേക്കോ അല്ലേ? എന്താ കലമോളെ? ഇന്നലെ രാത്രിയിലത്തെ നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മറക്കില്ല മതിക്കലേ അത്. ശിക്ഷ കിട്ടിയിരിക്കും നിങ്ങൾക്ക്, ഉറപ്പാ. എന്താ കലമോളെ ഇത്? രാത്രിയിൽ കുടിവെള്ളം തന്നതിന്റെ പേരില് സീതേച്ചിയെ ശത്രുവായിട്ട് കാണുവാണോ? സീതേച്ചിയോട് നന്ദി കാണിക്കല്ലേ വേണ്ടത്? നന്ദി? നിങ്ങൾ കണ്ടോ മതികല ഏത് രീതിയിലാണ് നന്ദി തിരിച്ചു തരാൻ പോകുന്നതെന്ന്? അല്ല കലമോളെ, എനിക്കൊരു സംശയം. ഇന്നലെ രാത്രി അത്രയും ശബ്ദത്തിൽ ഗ്ലാസ് താഴെ വീണു. നമ്മൾ തമ്മിൽ സംസാരിച്ചു. അല്ല, രവി ഇതൊന്നും കേട്ടില്ലേ? ആ, അതോ ഇനി കലമോള് വല്ല മയക്കുമരുന്നും കലക്കി കൊടുക്കുന്നുണ്ടോ?